കമ്മിറ്റിക്കപ്പുറം മറ്റ് ആരും ഇതിനു വേണ്ടി ഒരു മുന്നോട്ട് വരുന്നില്ല. ന്യൂസ് 18 നമ്മളാണ് ആദ്യം ഈ വാർത്ത പുറത്തുവിടുന്നത്, പുറം ലോകത്തെ അറിയിക്കുന്നത്. പക്ഷേ കർണാടകയിലെ മാധ്യമങ്ങൾ പോലും ഇത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകാത്തൊരു സംഭവം. അതിനുശേഷം മറ്റ് മാധ്യമങ്ങൾ ഈ കേസ് ഏറ്റെടുത്തു, വാർത്ത നൽകി. പക്ഷേ ഈ ആക്ഷൻ കമ്മിറ്റിക്കപ്പുറം എന്തുകൊണ്ടാണ് അവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ പോലും ഈ സംഭവം ഏറ്റെടുക്കാത്തത്? സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും വലിയ പ്രതിഷേധം ഉയരേണ്ടതാണ്. ഇവിടെ കൂട്ടക്കൊലപാതകം, 100-ലധികം പെൺകുട്ടികളും യുവതികളും ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട അവരെ കുഴിച്ചു മൂടിയിട്ടും അതിന് വെളിപ്പെടുത്തൽ നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ നേതാവ് പോലും ഈ വിഷയത്തിൽ ഇടപെടാത്തത്? ആരെങ്കിലും ഭയന്നിട്ടാണോ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നതരുടെ സ്വാധീനം ഇതിന് പിന്നിലുണ്ടോ? തീർച്ചയായും ഉന്നത സ്വാധീനമുള്ള വ്യക്തികൾ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് ആക്ഷൻ കമ്മിറ്റി ആദ്യം മുതൽ തന്നെ ആരോപണം ഉന്നയിക്കുന്നത്. അതല്ലെങ്കിൽ 40 വർഷം എങ്ങനെയാണ് ഇത്രയും ഒരു ക്രൂരകൃത്യം ചെയ്ത് അവർക്ക് ഇവിടെ തന്നെ ജീവിക്കാൻ സാധിക്കുന്നത്? അത് വലിയ തോതിലുള്ള പണം ഇതിന് പിന്നിൽ ഒഴുക്കുന്ന ഉന്നത സ്വാധീനമുള്ള വ്യക്തികൾ ഇതിന് പുറകിലുണ്ട്. അതൊക്കെ കണ്ടെത്തണമെങ്കിൽ നിർണായകമായ തെളിവാണ് ഇപ്പോൾ ശുചീകരണ തൊഴിലാളി നൽകിയിരിക്കുന്ന ആ മൊഴി. അതനുസരിച്ചുള്ള ഒരു പരിശോധന ഉണ്ടായാൽ മാത്രമേ ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ഒരു സാഹചര്യം. ടോം ചോദിച്ചതിൽ ഒരു കാര്യമുണ്ട്. അതായത് ഒരുപാട് ആളുകൾ ഇവർക്ക് പിന്തുണയുമായി എത്തുന്നുണ്ട്. അത് നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലായി ന്യൂസ് 18, നമ്മുടെ സഹോദര സ്ഥാപനമായ ന്യൂസ് 18 കന്നഡ ഈ വിഷയം ശക്തമായി ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതിനൊപ്പം ഒരു ദേശീയ ചാനലും ഇതിൽ ശക്തമായി മുന്നോട്ട് വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇതിൽ പ്രതികരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറെ ആശ്വാസം. ഒരുപക്ഷെ നമ്മൾ ഒറ്റപ്പെട്ട ശബ്ദമായി തുടങ്ങിയ ഒരു സംഭവമാണിത്. പുറം ലോകം അറിയുന്നത് ന്യൂസ് 18ലൂടെയാണ്. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇവർക്ക് പിന്തുണയുമായി എത്തുന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ പോലീസ് വലിയ സമ്മർദ്ദത്തിലാണ് ഈ കാര്യത്തിലുള്ളത്. പോലീസിന് ഏതെങ്കിലും തരത്തിൽ ഈ ശുചീകരണ തൊഴിലാളിയെ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലം അത് കുറിച്ച് പരിശോധിക്കാൻ ഇന്നല്ലെങ്കിൽ നാളെ അതൊരിക്കലും പോലീസിന് അവഗണിക്കാൻ കഴിയില്ല. കാരണം കോടതി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ മൊഴി പ്രകാരം വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഏതായാലും ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം, അഭിഭാഷകർ ഇപ്പോൾ കോടതിയെ വീണ്ടും സമീപിക്കുകയാണ്. ഒന്ന്, ഏറ്റവും പ്രധാനം നമ്മൾ ആദ്യം ചൂണ്ടിക്കാട്ടിയ ഈ ശുചീകരണ തൊഴിലാളിക്ക് സംരക്ഷണം തന്നെയാണ്. അദ്ദേഹത്തിന്റെ സുരക്ഷ ഒരുക്കാൻ പോലീസിന് നിർദ്ദേശിച്ചിട്ടും അത് കോടതി ലക്ഷ്യ നടപടികളിലേക്ക് ഇപ്പോൾ എന്തായാലും നീങ്ങും. ഒരു നിയമ നടപടിയിലേക്ക് പോകാൻ വേണ്ടി അഭിഭാഷകർ തയ്യാറെടുത്തിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ ഒരു ഉന്നതതല അന്വേഷണം, അതായത് സംസ്ഥാന DGP, കർണാടക DGPയുടെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്നൊരു ആവശ്യം ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അത്രത്തോളം വലിയൊരു കേസാണ്, ഒരു സാധാരണ കേസല്ല. 100 പേരെ ഇദ്ദേഹം തന്നെ കുറിച്ചിട്ടെന്ന് പറയുന്നു. 485 പേരെ 10 വർഷത്തിനിടെ കാണാതായി എന്ന് പോലീസ് തന്നെ വിവരാവകാശ നിയമപ്രകാരം സമ്മതിക്കുന്നു. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു മരണങ്ങൾ, കൊലപാതകങ്ങൾ അതൊക്കെ നടന്ന ഒരു പ്രദേശമാണ്. അത് പലതും ആത്മഹത്യയാണ്, അല്ലെങ്കിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പ്രതികളില്ല. ഇങ്ങനെ ഒരുപാട് സങ്കീർണതകൾ അതൊക്കെ മാറണമെങ്കിൽ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിക്കണം. അതിനായുള്ള ഒരു നിയമ പോരാട്ടത്തിനായി ഇപ്പോൾ ഈ അഭിഭാഷക സംഘം അത് എടുത്തു പറയേണ്ടതാണ് ടോം. ഒരു വലിയ അഭിഭാഷക സംഘം ഈ ജസ്റ്റിസ് ഫോർ സൗജന്യ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരാണ് ഇതിന് നിയമസഹായവും പിന്തുണയൊക്കെ നൽകുന്നത്. ഏറ്റവും ഒടുവിലായി ഈ ശുചീകരണ തൊഴിലാളിയുടെ സംരക്ഷണം പോലും അഭിഭാഷകരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കത് കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഈ തെളിവെടുപ്പുണ്ടെന്ന് പറയുന്ന ദിവസം കൃത്യം സമയത്ത് ശുചീകരണ തൊഴിലാളി കൊണ്ടുകൊണ്ട് സ്വന്തം കാറിൽ ഈ അഭിഭാഷക സംഘം അവിടെ എത്തിയതും അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരുന്നെങ്കിലും അത്തരത്തിൽ ഒരു പരിശോധന നടത്താനും പോലീസ് തയ്യാറായില്ല. അത്തരത്തിൽ ആക്ഷൻ കമ്മിറ്റിയുടെ സംരക്ഷണ, ഒപ്പം ഈ അഭിഭാഷക സംഘത്തിന്റെ സംരക്ഷണ, അങ്ങനെയാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഇതിൽ വലിയ തോതിലുള്ള ഈ ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ വീണ്ടും പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുകയാണ്. എന്തായാലും ഈ കാര്യത്തിൽ ഏറ്റവും നിർണായകമാവുക ഈ മൃതദേഹം പരിശോധന, ഈ സ്ഥലം കുഴിച്ച് എന്ന് പറയുന്ന സ്ഥലം പരിശോധന തന്നെ ആ നടപടികളിലേക്ക് കടക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി പ്രധാനമായും പറയുന്നത്. ഒരു ക്ഷേത്രത്തോട് ചേർന്ന പ്രദേശത്താണ് ഈ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ബൈജു, ഒരുപക്ഷെ പോലീസ് ഭയക്കുന്നത്, പോലീസ് ഈ സമ്മർദ്ദം കാരണം അന്വേഷണത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതാണോ, അതോ ഇനി ഒരു ദിവസം 10,000-കണക്കിന് ഭക്തരെത്തുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരമാണത്. അങ്ങനെ ഈ ഭക്തരുടെ ഭാഗത്തുനിന്ന്, വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഈ സംഭവവുമായി മുന്നോട്ട് പോയാൽ, ഇത്തരം പരിശോധനയുമായി അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോയാൽ
ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധത്തിന് സാധ്യതയുണ്ടോ? അത്തരം ഒരു പ്രതിഷേധത്തിന് ഒരു സാധ്യതയുമില്ല. കാരണം ഓരോ ആളുകളുടെ നാവിൽ നിന്നും വരുന്നത് ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന വാക്കാണ്. ഇതിൽ പോലീസ് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ഗോയിങ്, അതായത് ഒരു ഉചിതമായ സമയത്ത് തങ്ങൾ ഈ സ്ഥലം കുഴിച്ച് ഈ പരിശോധന നടത്തും എന്നൊരു പത്രക്കുറിപ്പാണ് ഇന്നലെ ഏറ്റവും ഒടുവിലായി പോലീസിന്റെ ഭാഗത്ത് ലഭിച്ചത്. അത്തരത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ഇതിലൊരു പുരോഗതിയും കാണുന്നില്ല എന്നതാണ് ഇതിലേറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും ഇതിൽ ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ അഭിഭാഷക സംഘം ഉൾപ്പെടെ അവർ കൃത്യമായി പറയുന്നത് ഈ സ്ഥലം പരിശോധിച്ച് ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അതിലെന്ത് എത്രത്തോളം സത്യമുണ്ട് എന്ന കാര്യം കണ്ടെത്തുക. ഒരുപാട് മൊഴികൾ ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. പിന്നീട് അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കും. പ്രതികളെ കുറിച്ചുള്ള, അതായത് ഇത്തരം സംഭവങ്ങൾ നീച പ്രവൃത്തി ചെയ്തവരെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അത് രഹസ്യ മൊഴിയായി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ജീവനും അതുപോലെ തന്നെ തന്റെ കുടുംബത്തിനുമൊക്കെ വലിയ ഇത്തരത്തിൽ അപായപ്പെടാൻ സാധ്യതയുണ്ട്. താൻ ഏതെങ്കിലും വിധത്തിൽ കൊല്ലപ്പെട്ടാൽ പോലും തന്റെ തെളിവുകളെല്ലാം അത് തന്റെ അഭിഭാഷകനെ, സുപ്രീം കോടതി അഭിഭാഷകനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ കേസിൽ ഇദ്ദേഹം ഈ സാക്ഷി ജീവിച്ചിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഏതെങ്കിലും തരത്തിൽ സാക്ഷിയെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഉണ്ടാകും. അത് നമ്മൾ തന്നെ കണ്ടതാണ്. മാധ്യമപ്രവർത്തനം പോലും കഴിയാത്ത, റിപ്പോർട്ടിംഗ് ചെയ്യാൻ കഴിയാത്ത ഒരു മേഖല, അവിടെ ഈ സാക്ഷിയെ നമ്മൾ ഈ കോടതിയിൽ കൊണ്ടുവരുമ്പോൾ കണ്ട കാഴ്ച ദൃശ്യങ്ങൾ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കും എത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയമാണെന്നത്. എന്നിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു അന്വേഷണം ഓൺ ഗോയിങ് ഇത്തരത്തിൽ പുരോഗമിക്കുകയാണെന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ഏറ്റവും പ്രധാനമായ ഈ വെളിപ്പെടുത്തൽ നടത്തിയ പ്രദേശം പരിശോധിക്കുക, അവിടെ സീൽ ചെയ്ത് ആ ഭാഗത്ത് ആരെങ്കിലും പ്രവേശിക്കാത്ത രീതിയിൽ പോലീസ് കാവലെടുത്തുക, അങ്ങനെ ഒരു നടപടിയും അവിടെ നടന്നിട്ടില്ല. ഈ നഗരത്തിന് 4 കിലോമീറ്റർ മാത്രം അകലെ ഒരു മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരേ പ്ലോട്ടിലാണ് ഈ മുഴുവൻ മൃതദേഹങ്ങളും കുഴിച്ചിട്ടെന്ന് പറയുന്നത്. അതിൽ കൃത്യമായി ഇയാൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് ഇപ്പോഴും ഇയാൾ ഓർക്കുന്നുണ്ട് അതെവിടെയൊക്കെയാണ് കുഴിച്ചിട്ടതെന്ന്. നേരത്തെ ഇതിന് തെളിവായി ഇയാൾ കുഴിച്ചിട്ട ഒരു സ്ഥലത്തു നിന്നും ഇത്തരത്തിലുള്ള മൃതദേഹാവശേഷം പുറത്തേക്കെടുത്തു. അതൊരു തലയോട്ടി മാത്രമായി ലഭിച്ചെങ്കിലും അത് ഫോറൻസിക് പരിശോധനയ്ക്കായി ഇപ്പോൾ അയച്ചിട്ടുണ്ട്. എന്തായാലും അനന്യ ഭട്ടിന്റെ അവിടെ മൃതദേഹം ആ മണ്ണിനടിയിലുണ്ടോ, അത്തരത്തിൽ ഒരുപാട് ആളുകളുടെ ഇത്തരത്തിൽ കാണാതായതും അത്തരമുള്ള ആളുകളുടെ ഒക്കെ മൃതദേഹങ്ങൾ ആ മണ്ണിനടിയിലുണ്ടോ, ഈ രഹസ്യങ്ങളൊക്കെ മണ്ണിനടിയിൽ മൂടപ്പെട്ട് കിടക്കുന്ന ആ രഹസ്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. അതിന് ഏറ്റവും പ്രധാനം ഈ മണ്ണെടുത്ത് പരിശോധന നടത്തുകയാണ്. വലിയ ആഴമുള്ള കുഴിയൊന്നും എടുത്ത് പരിശോധിക്കേണ്ടതില്ല എന്നാണ് ഈ ശുചീകരണ തൊഴിലാളി നമ്മോട് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത് ചെറിയ മണ്ണ് മാത്രം നീക്കി അവിടെ ഇങ്ങനെ കുഴിച്ചിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അന്ന് വലിയ ഭീഷണി ഉണ്ടായിരുന്നു, ഇവരുടെ ഗുണ്ടകളുടെ സംഘം ഉണ്ടായിരുന്നു, തന്നെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് താൻ ഇങ്ങനെ ചെയ്തതാണ്. തനിക്ക് പിന്നീട് അവിടെ നിന്നും പോയതിനു ശേഷം ഉറങ്ങാൻ ഒരു രാത്രി പോലും താൻ ഉറങ്ങിയിട്ടില്ല എന്നാണ്. ഒരു ദിവസം അത് മുഴുവൻ എടുത്ത് അത് ആ മൃതദേഹങ്ങളൊക്കെ എടുത്ത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ ഇദ്ദേഹം നൽകിയ മൊഴി പ്രകാരം അവരെ ജയിലിലേക്ക് എത്തിക്കുക, നിയമത്തിന് മുന്നിൽ എത്തിക്കുക, അതാണ് താൻ ലക്ഷ്യമിടുന്നത്. അത്ര വരെ തനിക്ക് ജീവിച്ചിരിക്കണമെന്ന്, അതുകൊണ്ടാണ് തനിക്ക് സുരക്ഷ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ അദ്ദേഹത്തിന് സുരക്ഷ നൽകാൻ തയ്യാറായില്ല. ഏതായാലും ആക്ഷൻ കമ്മിറ്റി അദ്ദേഹത്തിന് കൃത്യമായ സുരക്ഷ നൽകുന്നുണ്ട്. അതിന് എത്ര നാൾ അല്ലെങ്കിൽ എത്ര സമയം വരെ ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഏത് സമയത്തും അപകടപ്പെട്ടേക്കാം. അതിനു മുമ്പ് ഈ പോലീസിന്റെ നടപടി ഉണ്ടാകേണ്ടതുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ ഈ നിയമം കോടതിയിലേക്ക് വീണ്ടും ഇവർ പോവുകയാണ്. അത് കർണാടക ഹൈക്കോടതിയുണ്ട്, അതുപോലെ തന്നെ സുപ്രീം കോടതിയുണ്ട്. എന്തായാലും വളരെ വൈകാതെ തന്നെ അത്തരം നടപടികളിലേക്ക് പോലീസിന് കടക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ടോം. കെ വി ബൈജു സൂചിപ്പിച്ചതുപോലെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് കുഴിച്ചിട്ട ആ രഹസ്യങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് പുറത്ത് വരണം. അതിനുവേണ്ടിയുള്ള നിയമപോരാട്ടം നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറെ നിർണായകമായിട്ടുള്ളത്, അല്ലെങ്കിൽ കോടതി ഇടപെട്ടിട്ടും ഈ ശുചീകരണ തൊഴിലാളിക്ക്, വെളിപ്പെടുത്തൽ നടത്തിയ വ്യക്തിക്ക് സംരക്ഷണം എന്തുകൊണ്ട് പോലീസ് നൽകുന്നില്ല? ഇത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറി ശ്രമം ഈ സംഭവത്തിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കണം.